എന്റെ ഓഫീസർ മോനെ, ചിറ്റപ്പനെ നീ ശരിക്കും നോക്കിയായിരുന്നല്ലോ അല്ലേ? ശരിക്കും ചിറ്റപ്പന്റെ ജീവൻ പോയിരുന്നോ? ഇടയ്ക്കിടെ ഷുഗർ കുറയുമ്പോൾ ഇങ്ങനെ മയങ്ങിക്കിടക്കുക പതിവുള്ളതാണ്. ഇതും ആ മയക്കമൊന്നും ആയിരുന്നില്ലല്ലോ. ശരിക്കും ചിറ്റപ്പൻ മരിച്ചത് തന്നെയാണല്ലോ അല്ലേ? എന്റെ ഇടനെഞ്ചിലൂടെ ഒരു കാളൽ കടന്നുപോയി. കുഞ്ഞമ്മയുടെ സംശയത്തിൽ വല്ല കാര്യവുമുണ്ടോ? ചിറ്റപ്പനെ ഞാൻ പരിശോധിച്ചില്ല. ഒരാളുടെ നാഡി പിടിച്ചു നോക്കി അയാളുടെ ജീവൻ പോയോ എന്നറിയാൻ എനിക്കറിയില്ല. പക്ഷെ അറിയാവുന്ന പലരും നോക്കിയതാണ്. ഒരാൾ മയങ്ങിക്കിടക്കുന്നതും മരിച്ചു കിടക്കുന്നതും കണ്ടാൽ അവർക്ക് മനസ്സിലാവില്ലെന്നുണ്ടോ? ആകെ ഒരു പരിഭ്രമം എന്നെ ഒന്ന് പൊതിഞ്ഞു. ഓർത്തു നോക്കുമ്പോൾ ചില സംശയങ്ങളും. വീട് വരെ ഞാൻ എങ്ങനെയാണ് നടന്നെത്തിയതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാര്യമായൊരു വിറയൽ എന്നെ ബാധിച്ചു കഴിഞ്ഞിരുന്നു. വീട്ടിലെത്തി ഇത്തിരി നേരം ഞാൻ കട്ടിലിൽ കയറി കിടന്നു. ഒന്നും കഴിക്കാൻ തോന്നിയില്ല. ദോശമാവ് എടുത്ത് തിരികെ ഫ്രിഡ്ജിൽ വെച്ചു. മനസ്സ് നിറയെ കുഞ്ഞമ്മയുടെ ചോദ്യം. ഒന്ന് കുളിച്ചെന്ന് വരുത്തി ഞാൻ പെട്ടെന്ന് പുറത്തിറങ്ങി. അത്യാവശ്യമുണ്ടായിരുന്നിട്ടും ഇത്തിരി വൈകും എന്ന് ഓഫീസിൽ വിളിച്ചു പറഞ്ഞിട്ട് ഞാനൊരു ഓട്ടോ പിടിച്ച് ആശുപത്രിക്ക് മുന്നിലിറങ്ങി. പിന്നെ ആരും എന്നെ പിന്തുടരുന്നില്ല എന്ന ഉറപ്പിൽ ഞാൻ അവിടുത്തെ മോർച്ചറിയിലേക്ക് ചെന്നു. ചിറ്റപ്പന്റെ ശരീരം കൊണ്ടുവച്ചിട്ടപ്പോൾ 1-2 മണിക്കൂറേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. രാവിലെ ശരീരം കൊണ്ടുവച്ചപ്പോൾ ഉണ്ടായിരുന്ന അതേ സൂക്ഷിപ്പുകാരനായിരുന്നതുകൊണ്ട് അയാൾ എന്നെ വേഗം തിരിച്ചറിഞ്ഞു. എന്തേ വീണ്ടും വന്നത് എന്നയാൾ ചോദിച്ചു. എനിക്ക് ചിറ്റപ്പനെ ഒന്ന് കാണാൻ തോന്നുന്നു, ഞാൻ പറഞ്ഞു. ഇപ്പം അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ, അതിനിടയ്ക്ക് എന്തോന്ന് കാണാൻ? ശവത്തിന് മീശ മുളച്ചൊന്ന് നോക്കാനാണോ? അയാൾ എന്നോട് ദേഷ്യപ്പെട്ടു. അല്ല, ചിറ്റപ്പനെ എനിക്ക് ഒന്നുകൂടെ കാണണം, ഞാൻ പിന്നെയും നിർബന്ധപൂർവം പറഞ്ഞു. അവിടുത്തെ രേഖകളിലൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ആൾ എന്ന നിലയിൽ എൻ്റെ പേര് വെച്ചിരുന്നത് കൊണ്ട് ഞാൻ ചിറ്റപ്പൻ്റെ ഏതോ അടുത്ത ബന്ധു ആണ് എന്നയാൾ വിചാരിച്ചിരിക്കണം. ഞാനത് തിരുത്താൻ പോയില്ല. എന്താ ശവത്തിന്റെ പേര്? അയാൾ മുഷിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു. ഭാസ്കരപിള്ള, ഞാൻ പറഞ്ഞു. അയാൾ ലെഡ്ജർ എടുത്ത് പരിശോധിച്ചു. പിന്നെ മടിയോടെയാണെങ്കിലും മോർച്ചറിയുടെ താക്കോൽ എടുത്തു കൊണ്ടുവന്ന് അയാൾ നടന്നു. പിന്നാലെ ഞാനും. 8 പേരെ സൂക്ഷിക്കാവുന്ന മോർച്ചറിയിൽ ഇടതുവശത്ത് 2ാമത്തെ തട്ടിലായിരുന്നു ചിറ്റപ്പനെ വെച്ചിരുന്നത്. ഞാനും അയാളും കൂടി ചെന്ന് ആ ട്രേ പാതിയോളം പുറത്തേക്ക് വലിച്ചു വെച്ചു. ഒരു നിമിഷമേ ഞാൻ ചിറ്റപ്പന്റെ മുഖത്തേക്ക് നോക്കിയുള്ളൂ. ഞങ്ങൾ തിരുമ്മി അടച്ചു വെച്ച കണ്ണ് മലർക്കെ തുറന്ന് അദ്ദേഹം ഞങ്ങളെ മിഴിച്ചു നോക്കുന്നു. വലിച്ചടച്ചു വെച്ചിരുന്ന വായ തുറന്നിരിക്കുന്നു. മൂക്കിൽ വെച്ചിരുന്ന പഞ്ഞി പറന്നു പോയിരിക്കുന്നു. ഞാൻ ഒരു വട്ടം കൂടി സൂക്ഷ്മമായി നോക്കിയപ്പോൾ ചിറ്റപ്പന്റെ കൈ തണുപ്പുകൊണ്ട് വിറയ്ക്കുന്നു. അത് കെട്ടിൽ നിന്ന് വലിച്ചൂരാൻ ശ്രമിക്കുന്നു. മോർച്ചറി സൂക്ഷിപ്പുകാരൻ ഒരു നിമിഷത്തേക്ക് എന്നെ ഒന്ന് നോക്കി. അയാളുടെ കണ്ണുകളിൽ വലിയൊരു ഭീതി വീണത് കാണാനാകുമായിരുന്നു. പെട്ടെന്ന് അയാൾ ട്രേ അകത്തേക്ക് ഉന്തിവെച്ചു. മോർച്ചറിയുടെ വാതിലടച്ചു. അത് താഴിട്ട് പൂട്ടി. അയാൾ പിന്നെയും എന്നെ ഒന്ന് നോക്കി. ഞാൻ അയാളെയും. കണ്ടു തൃപ്തിയായില്ലേ? ഇനി പൊയ്ക്കോ. പുറത്തിറങ്ങിയപ്പോൾ അയാൾ എൻ്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. പക്ഷേ ചിറ്റപ്പന്... ഞാൻ വിക്കി വിക്കി എന്തോ പറയാൻ ശ്രമിച്ചു. എന്നാൽ എൻ്റെ വരണ്ട തൊണ്ടയിൽ ആ വാക്കുകൾ കുടുങ്ങിപ്പോയി. ഞാൻ പുറത്തേക്കിറങ്ങി നടന്നു. ഇത്തിരി പോയ ശേഷം പിന്നെയും തിരിച്ച് അയാളുടെ അരികിലേക്ക് ചെന്നു. നോക്കൂ, നിങ്ങൾ ദിവസവും എത്രയോ പേരെ കാണുന്നതാ, മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരെയും. ചിറ്റപ്പൻ അതിലേതു കൂട്ടത്തിലാ? ഞാൻ അടക്കിയ ശബ്ദത്തിൽ ചോദിച്ചു. ഒന്നും മിണ്ടാതെ വീട്ടിൽ പോയി അങ്ങേരുടെ ശവദാഹത്തിനുള്ള ഒരുക്കങ്ങൾ നടത്താൻ നോക്ക്, അയാൾ എന്നെ ശാസിക്കുന്ന മട്ടിൽ പറഞ്ഞു. എന്നാലും ചിറ്റപ്പൻ... നേരം വണ്ണം നോക്കിയേച്ചും വേണമായിരുന്നു ഇങ്ങോട്ട് കൊണ്ടുവരാൻ, അയാൾ അമർത്തിയ ശാസനാസ്വരത്തിൽ പറഞ്ഞു. ഇനിയും ജീവനുണ്ടെന്ന് വന്നാൽ ആരൊക്കെ കുടുങ്ങുമെന്ന് അറിയാമോ? ഞാൻ ഒന്നും പറയാതെ അയാളെ നോക്കി. വീട്ടിൽ വെച്ച് പരിശോധിച്ച നഴ്സ്, അയാൾ പറഞ്ഞു. സർട്ടിഫിക്കറ്റ് തന്നുവിട്ട മെമ്പർ, പിന്നെ നീ, ഞാൻ, അങ്ങനെ എല്ലാവരും ഒരുപോലെ കുടുക്കിയിട്ട് ഇങ്ങനെ ഒരുത്തൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയിട്ട് എന്തെടുക്കാനാ? നിനക്ക് കടം വാങ്ങിയത് തിരിച്ചു തരാനൊന്നുമില്ലല്ലോ. അയാൾ ഇത്തിരി നേരത്തേക്ക് മൗനത്തിലായി. പിന്നെ പറഞ്ഞു. നിന്റെ വീട്ടിൽ എല്ലാവരും ഈ മരണം സ്വീകരിച്ചു കഴിഞ്ഞു. ഇനി അതിനെ മാറ്റിമറിച്ചാൽ എന്തൊക്കെ പുകിലായിരിക്കുമെന്ന് ആലോചിച്ചേ പോ. വീട്ടിൽ പോയി 2 എണ്ണ അടിച്ചിട്ട് സുഖമായി കിടന്നുറങ്ങ്. കണ്ടതൊക്കെ ഒരു സ്വപ്നമാണെന്ന് തോന്നിക്കോളും. ഇത്തിരി നേരം കൂടി മടിച്ച് ഞാൻ അവിടെ നിന്നു. അപ്പോൾ മറ്റൊരു ശവവുമായി മറ്റൊരു സംഘം ആളുകൾ വന്നു. മോർച്ചറി സൂക്ഷിപ്പുകാരൻ അത് സ്വീകരിക്കുന്ന തിരക്കിലേക്ക് പ്രവേശിച്ചു. ഞാൻ അവർക്കിടയിലൂടെ പുറത്തേക്ക് നടന്നു.